ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോയുടെ ആ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ തന്നെ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുന്നു ഇന്ന് ആ ഒരു അപ്ഡേറ്റ്. വേറെ ഒന്നുമല്ല, മാർക്കോയുടെ കളക്ഷൻ 115 കോടിക്ക് മുകളിൽ എത്തി എന്നുള്ളതാണ്. 115 കോടിയും അതേപോലെ തന്നെ 450 മുകളിലുള്ള സ്ക്രീനുകളിൽ ഇന്നും വേൾഡ് വൈഡായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. മാർക്കോ ഈസ് അൺസ്റ്റോപ്പബിൾ എന്നുള്ള പേര് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. ചാനൽ ഇടയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്കും ഷെയറും ഒന്ന് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതെ, മാർക്കോ തരംഗം അവസാനിക്കില്ല, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മലയാളത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതെ, ഇത് എവിടെ തീരും എന്ന് വിചാരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും കത്തുന്ന സ്വഭാവമുള്ള സിനിമ തന്നെയാണ്. ഇപ്പോൾ തെലുങ്കിൽ കന്നഡയിൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. അതും വലിയ റിലീസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത വമ്പൻ റിലീസുണ്ട്. ഇതിനിടയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, സിനിമ 115 കോടി ടോട്ടൽ ബിസിനസ് അടക്കം ഇതുവരെ നേടി എന്നുള്ളതാണ്. സിനിമയുടെ വേറെ വലിയ ബിസിനസ് കാര്യങ്ങളൊന്നും ഇതിനിടയിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയാനുണ്ട്. സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ 115 കോടിക്ക് മുകളിൽ എത്തി എന്നുള്ളത് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ബിസിനസ് കഴിഞ്ഞ് വരുമ്പോൾ സിനിമ 200 അല്ല 250 കോടിക്ക് മുകളിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, OTT റൈറ്റ്സ് എല്ലാം കൂടെ വരുമ്പോൾ വലിയ രീതിയിൽ തന്നെ പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ പല ഭാഷകളിൽ, അതായത് ഈ 5 ഭാഷകളല്ലാതെ പല ഭാഷകളിൽ ഈ സിനിമ വേണമെന്നുള്ളത് ഒരുപാട് പേർ ആവശ്യപ്പെടുന്നു എന്നുള്ളതും കാണുന്നു. എന്തായാലും അങ്ങനെയൊക്കെ എത്തുകയാണെങ്കിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി വരുമെന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇതിനോടൊപ്പം പാൻ ഇന്ത്യൻ റീച്ചിൽ വരാൻ ഉദ്ദേശിച്ച പല സിനിമകളും വമ്പൻ ബഡ്ജറ്റിൽ 150 കോടി മുടക്കി വന്നിട്ടും നിലം തൊടാതെ പോയ കാര്യങ്ങൾ നമുക്ക് കണ്ടു. അത് ഓരോ സിനിമയുടെയും വിധിയാണ്, അല്ലാതെ അതിനകത്തിൽ കളിയാക്കാനോ പറയാനോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മാർക്കോ എന്ന സിനിമ ആരും വലിയ പ്രതീക്ഷയോടെ ഒന്നും കണ്ട സിനിമയല്ല. ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ വരുന്നു, ബാക്കിയുള്ള സിനിമകൾ അതും വമ്പൻ സിനിമ, മോഹൻലാലിൻ്റെ പോലെയുള്ള വമ്പൻ സിനിമ വരുമ്പോൾ അതിനിടയിൽ 5-6 ദിവസം ഓടിയിട്ട് പോകുമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ കാണുന്നു ആ സിനിമ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 ദിവസത്തിന് മുകളിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. അതും നിറഞ്ഞ സദസ്സിൽ ഓരോ ദിവസവും മികച്ച രീതിയിലുള്ള ഒക്യുപ്പൻസി. 100-നടുത്തുള്ള ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 5 ലക്ഷവും 10 ലക്ഷവും കടന്ന് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. സിനിമ കേരളത്തിൽ നിന്ന് തന്നെ 50 കോടി നേടുന്ന മറ്റൊരു ചിത്രമാകുമെന്നും ഉറപ്പാക്കുകയാണ്. ഇവിടെ ഉണ്ണി മുകുന്ദൻ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 115 കോടിയിലേക്ക് സിനിമ, അതിന് മുകളിലേക്ക് സിനിമ എത്തിയെന്നുള്ളതും 450ഓളം സ്ക്രീനുകളിലാണ് ഈ സിനിമ ഇപ്പോഴും ഓടുന്നത് എന്നുള്ളതാണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ ഈ സിനിമ അതിന് മുകളിലുള്ള സ്ക്രീനുകളിൽ ഒരുപക്ഷെ 700-800 സ്ക്രീനുകളിലേക്ക് എത്തും. അത് 31-ാം തീയതി കഴിഞ്ഞാൽ ഒരുപക്ഷെ 1000-നടുത്തുള്ള സ്ക്രീനുകളിൽ സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കുകയാണ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. അതുകൂടാതെ മറ്റൊരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്, 30 ഡേയ്സ് ഓഫ് ബ്രൂഷ്യൽ ഡോമിനേഷൻ ഓൺ ദ ബോക്സ് ഓഫീസ്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത ഒരു വെടിക്കെട്ടിന് വേണ്ടി തന്നെയാണ്. അതായത് ഈ ഒരു ബിഗ്ഗസ്റ്റ് ആക്ഷൻ ത്രില്ലർ കന്നഡയിൽ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് 10 കോടിക്ക് മുകളിൽ തൂക്കിയേ മതിയാവൂ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ്റെ തലയിലെ പൊൻതൂവൽ എന്ന് തന്നെ പറയാം. അതെ, എഴുതിത്തള്ളിയവരും UMFI കളിയാക്കി പറഞ്ഞവനുമൊക്കെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം, സൈലൻ്റ് ആയിട്ട് നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേർ പിന്തുണ നേടിയെടുത്തിരിക്കുന്നു ഈ ഉണ്ണി മുകുന്ദൻ എന്ന നമ്മുടെ പ്രിയ താരം എന്ന് പറയാം. അതെ, നല്ല സിനിമ വരൂ, നല്ല സിനിമകൾ തന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും, അത് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. അതിന് വേറെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. കളിയാക്കാനും ഒക്കെ വരുന്നവന്മാർക്ക് ഒരു കാര്യം ആലോചിക്കുക, ആരും ഒന്നും സ്ഥിരമല്ല എന്നുള്ളത്. നമ്മൾ പണ്ട് പഠിച്ചതുപോലെ തന്നെ ശ്രീഭൂവില സ്ഥിര, ആ ഒരു കാര്യം അങ്ങ് ആലോചിച്ചാൽ മാത്രം മതി എന്ന് പറയാം. അതായത് ഇന്ന് വലിയ സൂപ്പർ താരമായ ആൾ നാളെ ഒന്നുമല്ലാതാകുമെന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടതാണ്. മോഹൻലാലിൻ്റെ ഒപ്പം അതിഗംഭീരമായി സൂപ്പർ താരമായി നിന്ന ശങ്കർ പിന്നീട് ഒന്നുമല്ലാതാവുകയും മോഹൻലാൽ ആ വില്ലനിൽ നിന്ന് നായകനിലേക്ക് എത്തുകയും ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാവുകയും ചെയ്ത കാര്യം നമുക്ക് വിസ്മരിക്കപ്പെടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണക്കാരനായ മമ്മൂട്ടിക്ക് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടനാവാൻ കഴിയുമെങ്കിൽ അത് തന്നെ നമ്മൾ ഓർത്തോളുക. ഒന്നും സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളല്ല. അന്ന് ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ടാകാം. ഇന്ന് ഉണ്ണി മുകുന്ദനെയും അതേപോലെ കളിയാക്കിയവരുണ്ട്, നമ്മളുടെ വ്യക്തമായി കാണാൻ കഴിയുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേർ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നാളെ അവരൊക്കെ ഉണ്ണി മുകുന്ദൻ്റെ മുന്നിൽ ഒന്നുമല്ലാതായി നിൽക്കുന്ന അതിനുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ഉണ്ണി മുകുന്ദൻ എടുത്തിരിക്കുന്ന എഫേർട്ട് തന്നെയാണ് ഈ ഒരു സിനിമ. അത്രത്തോളം ഗംഭീരമായി, അത്രത്തോളം റിസ്ക് എടുത്ത് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ. റിസ്ക് ഒക്കെ എല്ലാത്തിനും എടുക്കണം എന്നെല്ലാവർക്കും പറയാമെങ്കിലും ഇത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ മികച്ചതായതുകൊണ്ട് തന്നെ, നല്ല സിനിമയായതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതെ,
ഐക്കണിക് മൂവി ഓഫ് മലയാളം എന്ന് അക്ഷരാർത്ഥത്തിൽ അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന സിനിമയായി മാറിയിരിക്കുന്നു. തുടരട്ടെ ഇതിൻ്റെ ജൈത്രയാത്ര. 115 കഴിഞ്ഞ് 151 കോടിയിലേക്ക് എത്തട്ടെ. അതുവരെ നമ്മൾ കൂടെ ഉണ്ടാകും, നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത്. നിങ്ങൾ തരുന്ന ആ ഒരു പ്രചോദനമാണ് നമ്മളുടെ മുന്നോട്ടുള്ള ഊർജ്ജം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരും, വലിയ രീതിയിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളും കൂടെ ഉണ്ടാവും ഇങ്ങനെയുള്ള വാർത്തകളുമായി ഗ്രേറ്റ് മീഡിയാസ്.